ഹായ് ഗൈസ്, ഇത് നമ്മുടെ പൂരപ്പുഴ ഭാഗത്തുള്ള ഒരു മസ്ജിദിൻ്റെ വർക്കാണ്. ഇതിപ്പോൾ അതിൻ്റെ മെയിൻ സ്ലാബ് ലെവലിൽ എത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടി ചെയ്ത ബീമുകളുടെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ബീമിൻ്റെ കോൺക്രീറ്റ് വരുന്നത്. അതേ ലെവലിൽ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് ഇതിൻ്റെ മെയിൻ സ്ലാബ് വരുന്നത്. അതിനുള്ള പലകൾക്ക്, അതായത് ഫ്രെയിം വർക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെയൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പലക അടിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ലാൻഡിങ്ങിന് ശേഷമുള്ള അടുത്ത ടേണിങ്ങിനുള്ള സ്റ്റെയറിൻ്റെ വർക്കും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ടേണിങ്ങിൽ 14 സ്റ്റെപ്പാണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ലാൻഡിങ്ങിലേക്കാണ് കയറി വരുന്നത്. ഈ ലാൻഡിങ്ങിൻ്റെ ഭാഗത്താണ് നമ്മൾ ഇനി അടുത്ത സ്ലാബിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബീമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള ബീം തന്നെയാണ്. അതിന് 20 mm 16 mm ഒക്കെയാണ് നമ്മൾ ഈ ഒരു കമ്പി യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു ബിൽഡിങ് നല്ല ഹൈറ്റുണ്ട്, മറ്റൊന്ന് ഓരോ ഏരിയകളും നമ്മൾ സ്ഥലത്തിനനുസരിച്ച് തന്നെ ഈ ഒരു ബിൽഡിങ് ബെൻഡ് വരുന്നത് കാരണമാണ് നമ്മൾ അത്രയും സ്റ്റീലൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്ലാബ് വരുന്നത്. ആ ഒരു ഷീറ്റ് ഇടാനുള്ള ഫ്രെയിം വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ ഈ ഒരു ഭാഗങ്ങളിൽ മൊത്തം ഇനി നമുക്ക് ഷീറ്റ് ഇട്ടിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്. നല്ല മഴത്താണ് ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നത്. ഇപ്പോൾ ഞാനിതായി മഴ പെയ്തപ്പോൾ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ഒളിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം വർക്ക് നടക്കുന്ന ഉൾഭാഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ കോളം ബീമും കാര്യങ്ങളൊക്കെ വരുന്നത്. മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണിക്കാരൊക്കെ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മസ്ജിദിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്കാണ്. ഇതിൽ ഒരുപാട് ബീം വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിന് ഏകദേശം 5 മീറ്ററാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ലോഡ് താങ്ങുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ബീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പല സൈസിലുള്ള ബീമുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. പില്ലറാണെങ്കിലും അതുപോലെ തന്നെ പല സൈസാണ്. ബീമൊക്കെ 30-ൻ്റെ ബീമുണ്ട്, 40-ൻ്റെ ബീമുണ്ട്, 60-ൻ്റെ ബീമുണ്ട്, അങ്ങനെ പല സൈസിലാണ് ബീം വരുന്നത്. ഇതിൻ്റെ പില്ലേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പല സൈസുള്ള പില്ലറാണ് വരുന്നത്. 30-ൻ്റെ ഉണ്ട്, 40-ൻ്റെ ഉണ്ട്, 50-ൻ്റെ ഉണ്ട്, 60-ൻ്റെ ഉണ്ട്, പിന്നെ 25 തിക്ക് വരുന്ന പില്ലേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ആംഗിൾസിലാണ് ഈ ബിൽഡിംഗ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓരോ ഏരിയയിലും നമ്മൾ പില്ലേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.